Hello students, today we will see parallel axis theorem. So this theorem is used to find out the moment of inertia of a body. Okay, let's see the theorem in detail. The theorem states that moment of inertia I about any axis is equal to its moment of inertia about a parallel axis through the center of mass, that is called I0, plus the product of its mass m and square of the perpendicular distance between the axis. ഇത്രയേ ഉള്ളൂ പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണണമെങ്കിൽ ആ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അബൌട്ട് എനി ആക്സിസ്, ഏത് ആക്സിസിലും നമുക്ക് എടുക്കാം. ഏത് ആക്സിസ് ആണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എടുക്കുന്നുള്ളത് അത് ഐ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വിൽ ബി ഈക്വൽ ടു ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ത്രൂ ദി സെൻറ്റർ ഓഫ് മാസ്. അതായത് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പ്ലസ് മാസ് ഓഫ് ദ ബോഡി ഇൻ ടു എൽ സ്ക്വയർ. ദാറ്റ് ഈസ് എൽ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ രണ്ട് ആക്സിസ് ഉണ്ട്. ഒന്ന് നമ്മളിപ്പം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ പോകുന്ന ആക്സിസും അതേപോലെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസും. സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുമ്പോഴുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് I0. അപ്പോൾ ആ രണ്ട് ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L ആയിട്ട് എടുക്കുകയാണെങ്കിൽ the moment of inertia about any axis will be equal to I0 plus ml square. ഈ L എന്ന് പറയുന്നത് ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. ആൻഡ് m ഈസ് ദ മാസ് ഓഫ് ദി ബോഡി. ഓക്കെ, നൗ അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. പ്രൂഫ് നോക്കാൻ വേണ്ടിയിട്ട് യു ആർ കൺസിഡറിങ് എ റിജിഡ് ബോഡി. ഇപ്പോൾ റിജിഡ് ബോഡിയുടെ ഔട്ട്ലൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഇറഗുലർ ഷേപ്പിലുള്ളൊരു ബോഡിയാണ്, ഒരു മാസ്സായിട്ടുള്ള മാസ്സാണ്. ഓക്കെ, അപ്പോൾ അതിലുള്ളൊരു ചെറിയൊരു പാർട്ടിക്കിൾ നമ്മൾ എടുക്കുകയാണ്. ആ പാർട്ടിക്കിളിൻ്റെ മാസ് mj എന്നെടുത്ത് jth പാർട്ടിക്കിൾ എടുക്കുന്നു, അതിൻ്റെ മാസ് mj. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നിട്ടുള്ളതാണ് ഈ ടോട്ടൽ ഈ റിജിഡ് ബോഡിയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ കാണണമെങ്കിൽ യു ക്യാൻ സബ്മിറ്റ് അപ്പ്. നൗ യു ഹാവ് എ കോർഡിനേറ്റ് ആക്സിസ്, ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ്. അപ്പോൾ ആ റിജിഡ് ബോഡീൻ്റെ നമുക്ക് mj എന്നുള്ള പാർട്ടിക്കിളിൻ്റെ പൊസിഷനൊക്കെ ഈ ആക്സിസ് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ യു ഹാവ് ദ റെഫറൻസ് ആസ് എക്സ് വൈ സെഡ് ആക്സിസ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കുകയാണ്, യു ഹാവ് mj എന്നുള്ള ഈ പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ പാർട്ടിക്കിളിൻ്റെ മാസ് mj ആണ്. അപ്പോൾ കൺസിഡർ ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് അലോങ് ദി സെഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ ടോട്ടൽ ഈ ബോഡിയുടെ ഈ ആക്സിസിലൂടെ സെഡ് ആക്സിസിലൂടെയുള്ള സെഡ് ഡയറക്ഷനിലുള്ള ഈ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് കാണുന്നത്. ഓക്കെ, യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ബോഡി അബൌട്ട് ആൻ ആക്സിസ് അലോങ് ദി സെഡ് ഡയറക്ഷൻ. സെഡ് ഡയറക്ഷനിലുള്ള ഒരു ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ് കാണാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഈ മാസിലേക്ക് mj എന്നുള്ള ഈ നമ്മൾ മാസ് ഒരു പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ട്. ഈ പാർട്ടിക്കിളിലേക്ക് ഈ സെഡ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് റോ ജെ. ഓക്കെ, റോ ജെ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെഡ് ആക്സിസ് ടു ദി പാർട്ടിക്കിൾ mj. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ റോ ജെ ഈസ് ഈക്വൽ ടു xji പ്ലസ് yjk എന്നാണ്. ഇത് സെഡ് ആക്സിസ് എന്നുള്ളതായിട്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒറിജിൻ എടുക്കുന്നത് ഇത് ആക്സിസിൻ്റെ ഡയറക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ ഇവിടുന്ന് എടുക്കുന്നത് നമ്മൾ ഇതിന്ന് ഇങ്ങോട്ട് എക്സ് ഡയറക്ഷനുള്ളതിൻ്റെ ഡിഫറൻസ് xji ആയിരിക്കും. അതുപോലെ വൈ ഡയറക്ഷനിലുള്ള വൈ ഇതിലുള്ളത് y ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് yjk എന്നായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതായത് yjk എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റോ ജെൻ്റെ വെക്റ്റർ ഫോം ഓഫ് ദി ഈ വെക്റ്റർ ഫോം, ഈ ഡിസ്റ്റൻസിൻ്റെ ഈ പൊസിഷൻ വെക്റ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പൊസിഷൻ വെക്റ്റർ ഈസ് റോ ജെ ഈസ് ഈക്വൽ ടു xji പ്ലസ് yjk. Now the moment of inertia about this axis is equal to I is equal to summation mj rho j square.
നമുക്ക് നേരത്തെ അറിയാം, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം, ഇറ്റ് വിൽ ബി ഈക്വൽ ടു എം റോ സ്ക്വയർ ആയിരിക്കും, സമ്മേഷൻ എം ജെ റോ ജെ സ്ക്വയർ ആയിരിക്കും, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ജിയോമെട്രിക്കൽ പ്രോപ്പർട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു എം ജെ റോ ജെ സ്ക്വയർ. എം ജെ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിൻ്റെ മാസ്, റോ ജെ എന്ന് പറയുന്നത് നമ്മൾ ഏത് ആക്സിസിൽ നിന്നാണോ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഏത് ആക്സിസിന് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, ആ ആക്സിസിൽ നിന്ന് ഈ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റോ ജെ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഈക്വൽ ടു എം ജെ റോ ജെ സ്ക്വയർ. നൗ നമുക്ക് ഈ ഇതിന്ന് നമുക്ക് ഈ ഒരു ബോഡിയുടെ ഒരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് വിചാരിക്കാം, ഈ ക്രോസ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ്. അങ്ങനെ ഈ പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ ഈ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, സെൻറ്റർ ഓഫ് മാസ് എന്നത് മാസ് അല്ല, ഇറ്റ് ഈസ് എ പൊസിഷൻ അല്ലേ, ഒരു പോയിൻ്റാണ്. There you feel that the whole mass of the system, all mass of the body is concentrated. It is the point where whole mass of the body is concentrated. അപ്പോൾ ഈ പോയിന്റിലാണ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ ഇസ് ആർ എന്ന് എടുക്കാം. ആർ ആണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്റ്റർ ആർ എന്ന് എടുക്കാം. ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ. നമുക്ക് 3 ആക്സിസ് ഉണ്ട്, എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ, ആർ എന്ന് പറഞ്ഞു. ആർ ഈസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആറ് കണ്ടുപിടിച്ചു. ഇനി ഇവിടെ ഓക്കെ, ആറ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ ദ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു സെഡ് ആക്സിസ് ടു സെൻറ്റർ ഓഫ് മാസ് ഇസ് ആർ പെർപെൻഡിക്കുലർ. അതായത് സെഡ് ആക്സിസ് എന്ന് ഈ ഇവിടേക്കുള്ള ഈ ആർ എന്ന് പറയുന്നത് നമ്മൾ ഒറിജിൻ എന്നുള്ളതാണ് കേട്ടോ. ഒറിജിൻ എന്നുള്ള പൊസിഷൻ വെക്റ്ററാണ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ്, അതായത് ഇവിടെ ഒറിജിൻ. ഇനി നമ്മൾ സെഡ് ആക്സിസ് എന്ന് ഇവിടേക്കുള്ള പൊസിഷൻ വെക്റ്റർ എന്താണെന്ന് നോക്കുകയാണ്. ദാറ്റ് ഈസ് ദ ആർ പെർപെൻഡിക്കുലർ. ആ ആർ പെർപെൻഡിക്കുലർ വിൽ ബി എന്താണ് എഴുതാം, എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഫ്രം ദി സെഡ് ആക്സിസ് നിന്ന് ഇങ്ങോട്ടേക്കുള്ളതാണ്. സോ ആർ പെർപെൻഡിക്കുലർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ. ആർ പെർപെൻഡിക്കുലർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെഡ് ആക്സിസ്. ഇപ്പോൾ സെഡ് ആക്സിസ് എന്നുള്ളതുകൊണ്ട് സെഡ് കമ്പോണൻറ്റ് നമ്മൾ ഇത് നമ്മൾ സെഡിൻ്റെ കമ്പോണൻറ്റ് 0 ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സെഡ് ആക്സിസിൽ നിന്ന് ഈ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ പെർപെൻഡിക്കുലർ. നൗ വി ആർ ഗോയിങ് ടു ഡ്രോ എ ലൈൻ ത്രൂ ദി സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ആ ലൈനാണ് ഈ ഡോട്ടഡ് ലൈനായിട്ട് കാണിക്കുന്നത്. If the vector from the axis through the center of mass to projectile j to the particle j is rho j dash, then the moment of inertia about the center of mass is അപ്പോൾ ഇവിടെ നോക്കുക, if the vector from the axis through the center of mass, vector from the axis through the center of മാസിലൂടെയുള്ള ലൈനാണിത്. അപ്പോൾ ഇവിടെ വെക്റ്റർ ഫ്രം ദി ആക്സിസ് ത്രൂ ദി സെൻറ്റർ ഓഫ് മാസ് ആണ് ഈ ലൈൻ. അപ്പോൾ ഈ ലൈനിന് റെഫറൻസ് ലൈനായിട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ പാർട്ടിക്കിളിലേക്കുള്ള പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് റോ ജെ ഡാഷ് ആണ്. ഓക്കെ, അതായത് എബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ എം ജെ അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ്, അതായത് എബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ആണ് സെൻറ്റർ ഓഫ് മാസ് ഒറിജിൻ ആയിട്ട് എടുക്കുക. അതായത് സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ലൈന് നിങ്ങൾ റെഫറൻസ് ലൈനായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ സെഡ് ആക്സിസ് ആണ്, ഫ്രം ദി സെഡ് ആക്സിസ് എന്നാണ് ഈ റോ ജെ ആറും എല്ലാം പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സെൻറ്റർ ഓഫ് മാസ് നിന്ന് എടുക്കുകയാണ്. സെൻറ്റർ ഓഫ് മാസിലൂടെ പോകുന്ന ലൈനിന് ഇവിടേക്കുള്ള പൊസിഷൻ എന്താണെന്ന് നോക്കുകയാണ്. സോ ദ വെക്റ്റർ ഫ്രം ദി ഇഫ് ദ വെക്റ്റർ ഫ്രം ദി ആക്സിസ് ത്രൂ ദി സെൻറ്റർ ഓഫ് മാസ് ടു ദ പാർട്ടിക്കിൾ ഈസ് റോ ജെ ഡാഷ്. അതായത് ഈ വെക്റ്റർ ഫ്രം ദി ആക്സിസ് ആണ് ഇത്, ആക്സിസ് ത്രൂ ദി സെൻറ്റർ ഓഫ് മാസ് ആണ് ഇത്, ടു ദി പാർട്ടിക്കിൾ ഈസ് റോ ജെ ഡാഷ്. ദെൻ ദി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ്, നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ആണ് കാണുന്നത്. ദാറ്റ് ഈസ് I0 എന്തായിരിക്കും, വിൽ ബി സമ്മേഷൻ എം ജെ റോ ജെ ഡാഷ് സ്ക്വയർ. നമുക്കറിയാം നേരത്തെ നമ്മൾ ഇവിടുന്ന് ഈ സെഡ് ആക്സിസ് എന്നുള്ളത് എന്ത് എഴുതി, സമ്മേഷൻ എം ജെ റോ ജെ സ്ക്വയർ എന്ന് എഴുതി. ഇതാ സമ്മേഷൻ എം ജെ റോ ജെ സ്ക്വയർ എന്ന് എഴുതി. അത് ഇവിടെ നിന്നുള്ള ഈ ആക്സിസ് എന്നുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആയിട്ട്.
Now you have another axis which is passing through the center of mass. Okay. ഇനി നോക്കുക ഇവിടെ. അപ്പം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് ഐയും കിട്ടി, I0യും കിട്ടി. Now what are we going to do is we are translating this vector to this position. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കാനത്, ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക്. നമുക്കറിയാം വെക്ടറിൻ്റെ ഡയറക്ഷൻ മാറാതെ അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് എന്താണ്, അതിൻ്റെ വാല്യൂസിലൊന്നും വ്യത്യാസം വരില്ല. വെക്ടറിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഇത് ജസ്റ്റ് പാരലൽ ട്രാൻസ്ലേഷനാണ്. ഈ പൊസിഷനിൽ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ഇവിടെ ഇത് ഇങ്ങനെ വരും അല്ലേ. ഇത് ഇവിടുന്ന് ഇവിടെ വരെ ജോയിൻ ചെയ്യും. Then you can apply triangular law of vector addition. അതായത് ഈ R perpendicular will start from here and will end at this point. So R perpendicular, അപ്പം നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ട്രയാങ്കിൾ ലോ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കുള്ള വെക്ടർ ഇവിടേക്കുള്ള വെക്ടർ അത് ആ ട്രയാങ്കിളിനെ ക്രോസ് ചെയ്യുന്ന വിധത്തിൽ R ചെയ്യും. So you can write RJ is equal to R perpendicular plus rho J dash എന്ന് പറയാം. R perpendicular plus rho J dash അതാണ് ഇവിടെ ഇരിക്കുന്നത്. rho J is equal to rho J dash plus R perpendicular. ഓക്കെ, അത് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് കാണാൻ പറ്റും. യു ജസ്റ്റ് ഹാവ് ടു ട്രാൻസ്ലേറ്റ് ദിസ് R perpendicular ഫ്രം ദിസ് പോയിന്റ് ടു ദിസ്. അപ്പോൾ അത് പാരലൽ ആയിട്ട് ട്രാൻസ്ലേഷനാണ്. സോ ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി വെക്റ്റർ R perpendicular. ഓക്കെ, സോ നമുക്ക് ഈ വാല്യൂ കിട്ടി. റോ ജെ ഇസ് ഈക്വൽ ടു റോ ജെ ഡാഷ് പ്ലസ് ആർ പെർപെൻഡിക്കുലർ. നൗ നമുക്ക് ഈ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഐ ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് ഇതാണ് കിട്ടേണ്ടത്. ഐ ഈക്വൽ ടു I0 ഇതാണോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഈക്വൽ ടു എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഐ ഈക്വൽ ടു എം ജെ റോ ജെ സ്ക്വയർ. ഓക്കെ, ഈ റോ ജെക്ക് പകരം എന്ത് എഴുതും, റോ ജെ ഡാഷ് പ്ലസ് ആർ പെർപെൻഡിക്കുലർ സ്ക്വയർ എന്ന് എഴുതും. പിന്നെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് റോ ജെ ഡാഷ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു റോ ജെ ഡാഷ് ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ. ഇൻറ്റു അല്ല, ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, പ്ലസ് ആർ പെർപെൻഡിക്കുലർ സ്ക്വയർ. ഇനി ഇവിടെ ഈ ടേം, അതായത് റോ ജെ ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ, ഈ ടേം നമുക്ക് ഇല്ലാതാവുന്നതായിട്ട് കാണാം. ദാറ്റ് ഈസ് ഇവിടെ നോക്കുക, ദിസ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ എം ജെ, ടു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക, 2mj റോ ജെ ഡാഷ് എന്ന് വരും. അപ്പോൾ എം ജെ റോ ജെ ഡാഷ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് ആർ പെർപെൻഡിക്കുലർ എന്നുള്ളത്. എം ജെ റോ ജെ ഡാഷ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, എം ജെ റോ ജെ ഡാഷ് നമുക്ക് എങ്ങനെ തിരിച്ചെഴുതാം, റോ ജെ മൈനസ് ആർ പെർപെൻഡിക്കുലർ എന്ന് എഴുതാം. ഓക്കെ, ഈ സമ്മേഷൻ എം ജെ റോ ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് എം ആയിരിക്കും അല്ലേ. ദിസ് വിൽ ബി, നമുക്ക് ഇങ്ങനെ പറയാം, എം ജെ റോ ജെ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി മാസ് അബൌട്ട് ദി സെൻറ്റർ ഓഫ് മാസ് ആണ്. എം ജെ റോ ജെ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എം ജെ റോ ജെ ഡാഷ് എന്ന് പറഞ്ഞാൽ, റോ ജെ ഡാഷ് നോക്കൂ, സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഇതിന് ഈക്വലൻ്റ് ആയിട്ട് വേറൊരു പാർട്ടിക്കിൾ ഉണ്ടാവും. അതങ്ങനെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിന് വരുന്നത്. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. ഓൾ ദ മാസസ് ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് ദി സെൻറ്റർ ഓഫ് മാസ് എന്ന് നമുക്ക് പറയാം. സോ എം ജെ റോ ജെ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, സമ്മേഷൻ എം ജെ റോ ജെ മൈനസ് ആർ പെർപെൻഡിക്കുലർ. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സമ്മേഷൻ എം ജെ റോ ജെ ഈസ്, സമ്മേഷൻ എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്, ദ ടോട്ടൽ മാസ്. സമ്മേഷൻ റോ ജെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ആർ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഈ വാല്യൂ എം ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ മൈനസ് ആർ പെർപെൻഡിക്കുലർ എന്ന് വരും. അപ്പോൾ ഇവിടെ വാല്യൂ നമുക്ക് ഈ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ വിധത്തിൽ നമ്മൾ അതിനെ വിഷ്വലി നമ്മൾക്ക് ഫിസിക്കലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, സമ്മേഷൻ എം ജെ റോ ജെ ഡാഷ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അറൗണ്ട് ദി സെൻറ്റർ ഓഫ് മാസ് ആണ്. അത് ഈക്വൽ ആയിരിക്കും. അതായത് ഇതിൻ്റെ പൊസിഷൻ, ഇവിടേക്കുള്ളൊരു പൊസിഷൻ വെക്ടറിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവും. അതായത് എം ജെ റോ ജെ ഡാഷ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് എം ജെ റോ ജെ ഡാഷ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എൻഡ് അപ്പ് ടു 0 അല്ലേ. ഒരു പ്ലസ്സും ഒരു മൈനസും ആയിട്ട് വരും എപ്പോഴും. ഇത് റോ ജെ ഡാഷ് ഈ ഡയറക്ഷനിലുണ്ടാവും, മൈനസ് റോ ജെ ഡാഷ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ടാവും. അങ്ങനെ ആയിരിക്കും അബൌട്ട് സെൻറ്റർ ഓഫ് മാസ് നമ്മൾ ഇപ്പോൾ ഈ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ വരാം. സോ സമ്മേഷൻ എം ജെ റോ ജെ ഡാഷ് വിൽ ബി 0. അങ്ങനെ ആകുമ്പോൾ ഈ ടേം പോകും. ഈ ടേം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, സമ്മേഷൻ എം ജെ
റോ ജെ സ്ക്വയർ, എം ജെ റോ ജെ ഡാഷ് സ്ക്വയർ വരും അല്ലേ. എം ജെ റോ ജെ ഡാഷ് സ്ക്വയർ ഇസ് നത്തിങ് ബട്ട് എന്താണ് ഇവിടെ ഉണ്ട്, എം ജെ റോ ജെ ഡാഷ് സ്ക്വയർ ഇസ് I0. സോ I0 കിട്ടി. പിന്നെ ഈ ടേം പോയി എന്ന് പറഞ്ഞു അല്ലേ, ഈ ടേമാണ് നമുക്കിവിടെ 0 ആയി പോയത്. പിന്നെ എം ജെ ആർ പെർപെൻഡിക്കുലർ സ്ക്വയർ, ആർ പെർപെൻഡിക്കുലർ സ്ക്വയർ നോക്കൂ. ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഇതിലൂടെയുള്ള ആക്സിസ് ഇല്ലേ, ഒരു ആക്സിസ് നിങ്ങൾ സെഡ് ആക്സിസ്, ഏതിലാണ് നിങ്ങൾ മൊമെൻ്റ് ഫിനിഷ് കാണാൻ പോകുന്നതെന്നുള്ള ആക്സിസ്. ഈ ആക്സിസ് എന്ന് പറയുന്നത് സെൻട്രൽ ഓഫ് മാസിലൂടെ പോകുന്ന ആക്സിസ്. അത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ ആർ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ആക്സിസ് ആണ്. അതായത് നമുക്ക് എൽ എന്ന് എഴുതാം. സോ എൽ ആർ പെർപെൻഡിക്കുലർ ഈസ് ഡിസിഗ്നേറ്റഡ് ആസ് എൽ. അങ്ങനെയാണെങ്കിൽ എന്താ വരും നിങ്ങൾ ഇക്വേഷൻ, ദിസ് വിൽ ബി എം ജെ റോ ജെ ഡാഷ് ഇസ് I0 പ്ലസ് സമ്മേഷൻ എം എന്ന് പറയുന്നത് ടോട്ടൽ എം മാസ് ഓഫ് ദി ബോഡി എം വരും, ആർ പെർപെൻഡിക്കുലർ ഈസ് എൽ അല്ലേ. സോ എൽ സ്ക്വയർ എന്ന് വരും. സോ ഇവിടെ ദിസ് വിൽ ബി I ഈക്വൽ ടു I0 പ്ലസ് ML സ്ക്വയർ. ദാറ്റ് ഈസ് ദ പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, അപ്പോൾ ഇതാണ് പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ പ്രൂഫ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ശരിയാണോ നമ്മളിതുവരെ ചെയ്തിട്ടുള്ള ചില എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ നമ്മളൊരു സ്റ്റിക്കിൻ്റെ കണ്ടു. ഈ കേസ് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതാ, അപ്പോൾ ഈ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റിക്ക് എടുത്തു, തിൻ സ്റ്റിക്ക് എടുത്തു, മാസ് എം ആൻഡ് ലെങ്ത് എൽ. ഒന്ന് നമ്മളൊരു ആക്സിസ്, നമ്മൾ പറഞ്ഞു ആക്സിസ് മാറുന്നതനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ മാറുന്നു. ഇത് ത്രൂ സെൻറ്റർ അല്ലെങ്കിൽ ത്രൂ സെൻറ്റർ ഓഫ് മാസ് ചെയ്ത സമയത്ത് കിട്ടുന്നത് 1/2 ML സ്ക്വയർ എന്ന് കിട്ടി. ഒരു എൻഡിലേക്ക് എത്തിയപ്പോൾ ML സ്ക്വയർ ബൈ 3 എന്ന് കിട്ടി. ഇത് രണ്ടും നമുക്ക് ഇവിടെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സ്റ്റിക്ക് അബൌട്ട് ഇറ്റ്സ് മിഡ് പോയിന്റ് ഇസ് ML സ്ക്വയർ ബൈ 12. അപ്പോൾ ML സ്ക്വയർ ബൈ 12 ആണ് നമുക്ക് അറിയാം. ഇനി നമുക്ക് I ഒരു എൻഡിലെയാണ് നമുക്ക് കണ്ടത്. I about the moment of inertia about its end it is at L/2 away from the center of mass. ഇവിടെ നോക്കൂ, L/2 ഡിസ്റ്റൻസിലാണ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് അല്ലേ. സെൻറ്റർ ഓഫ് മാസ് എന്ന് ഈ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയല്ലേ, ഈ മിഡ് പോയിന്റിൽ. അപ്പോൾ മിഡ് പോയിന്റിൽ നിന്ന് L/2 ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഒരു ആക്സിസ് ഇതിലൂടെ പോകുന്നത്, ഈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ 1/2 ML സ്ക്വയർ അറിയാം. നമുക്ക് ഇവിടെ ഈ എൻഡിൽ കൂടെ പോകുന്ന ആക്സിസിലൂടെ ഉള്ളത് കാണണം. സോ നമുക്ക് I0 അറിയാം, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് L/2 ആണെന്നറിയാം. സോ നമ്മൾ ഇക്വേഷൻ എന്താണ്, I0 പ്ലസ് ML സ്ക്വയർ എന്ന് പറയാം അല്ലേ. സ്മോൾ എൽ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് നമ്മുടെ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ദിസ് വിൽ ബി ML സ്ക്വയർ ബൈ 12 പ്ലസ് M ഇൻറ്റു ഇവിടെ സ്മോൾ എൽ എന്ന് പറയുന്നത് L/2 ആണ്, L/2 സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ML സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും. അത് തന്നെയാണ് നമുക്കന്ന് നമ്മൾ വേറെ മെത്തേഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടിയത് ML സ്ക്വയർ ബൈ 3. സോ ദിസ് ഈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും പാരലൽ ആക്സിസ് തിയറം gives a very easy way to find out the center of mass about any axis which is at a perpendicular distance from the axis through the center of mass. Okay, ഇനി അതേപോലെ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് കാണാം. നമ്മൾ കണ്ടിട്ടുള്ളത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് ആണ് കണ്ടത്. ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് ഇറ്റ് വാസ് MR സ്ക്വയർ ബൈ 2 ആയിരുന്നു. ഇനി നമുക്കൊരു എഡ്ജിൽ അല്ലെങ്കിൽ റിമ്മിലൂടെയുള്ള ഒരു ആക്സിസിലൂടെയുള്ള സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താ വരിക, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് R ആയിരിക്കും, ദാറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദി ഡിസ്ക്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു I0 ഈസ് MR സ്ക്വയർ, ഇത് I ആൽഫ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് I0 MR സ്ക്വയർ ബൈ 2 പ്ലസ് M ഇൻറ്റു ദ ഡിസ്റ്റൻസ് L സ്ക്വയർ എന്ന് പറയാം, ഇവിടെ R സ്ക്വയർ വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3/2 MR സ്ക്വയർ. അപ്പോൾ എങ്ങനെയാണ് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സെൻറ്റർ ഓഫ് മാസ് അബൌട്ട് ഡിഫറെൻറ്റ് ആക്സിസ് നമുക്ക് കാണാൻ പറ്റും. Okay, so in the next video we will see the dynamics of pure rotation. Okay, thank you.